ഓണപ്പാട്ട് പാടിയ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കൈയ്യടി തന്നെ നമുക്ക് കൊടുക്കേണ്ടതാണ്. കഴിവുകൾ ഒരിക്കൽ പോലും നമ്മൾ നശിക്കുന്നില്ല എന്നുള്ളതിലൂടെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് പാടിയ ഓണപ്പാട്ടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ NSSന്റെ മുതൽക്കൂട്ടായ ഗീത മാമിന്റെ ഒരു സംഭാവനയാണിത്. സ്വയം കമ്പോസ് ചെയ്ത് പാടിയതാണ്. അതിനൊരു സ്പെഷ്യൽ കൈയ്യടി നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. അടുത്തതായി നമ്മുടെ കുടുംബത്തിലെ ഭാഗവതാചാര്യനായി തക്കയിൽ നിന്നും വന്ന മോഹൻ സാറിനെ നമ്മുടെ ഓണവുമായി പുരാതന കാലവുമായി അതുപോലെ തന്നെ ഹിന്ദു പുരാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വേദിയിലേക്ക് വിനീതമായി ക്ഷണിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ ദേവേശ്വരായ ദേവായ ദേവസംഭൂതികാരിണേ പ്രഭവേ സർവവേദാനാം വാമനായ നമോ നമഃ. നമസ്തേ പത്മനാഭായ നമസ്തേ ജലശായിനേ പ്രണമാമി സദാ ഭക്ത്യാ ബാലവാമനരൂപിണേ. നമഃ ശാർംഗധനുർബാണപാണയേ വാമനായ ച യജ്ഞഭുക് ഫലദാത്രേ ച വാമനായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ഓണാശംസകൾ. ഈ സന്ദർഭത്തിൽ നമ്മൾ ധാരാളം വർഷങ്ങളായിട്ട് നാട്ടിലും പുറം നാട്ടിലുമൊക്കെ എല്ലാ ദേശീയ ഉത്സവങ്ങളും ആഘോഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തിരുവോണവും വളരെ നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഈ തിരുവോണത്തിൻ്റെ ആഘോഷം ചെറിയ ചില എന്താ പറയുക, ചില വേഷം മാറലും അല്ലെങ്കിൽ ചില പ്രത്യേക പ്രച്ഛന്ന വേഷത്തോടു കൂടിയൊക്കെ അവതരിപ്പിച്ച് ഓണത്തിൻ്റെ ശരിയായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായി. ഈ സന്ദർഭത്തിൽ നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ, പ്രമാണങ്ങൾ എന്ന് പറയും. വേദങ്ങളാണ്. വേദങ്ങളിൽ നിന്നുണ്ടായ ഉപനിഷത്തുകൾ, അതേപോലെ തന്നെ പുരാണങ്ങൾ. ആ പുരാണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം ഈ തിരുവോണത്തിൻ്റെ മാഹാത്മ്യത്തെ, തിരുവോണത്തിൻ്റെ തത്വത്തെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് സാധാരണയായിട്ടുള്ള ഓണാഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. നാം കാണുന്നത് എന്താണ്? വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കഥകളുണ്ട് നമുക്ക്. പണ്ട് മഹാബലി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഏറ്റവും സുഖമായിരുന്നു, ഒരു പണിയെടുക്കാതെ എന്നും എല്ലാവർക്കും വയറ് നിറയെ ഊണ് കഴിക്കാം. പിന്നീട് ഒരിക്കൽ മഹാവിഷ്ണു അവതരിച്ച് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. ഇതൊക്കെ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പോലും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ കഥ. ഇത് നാടുതോറും പ്രചരിക്കുന്ന ഒരു കഥയാണെങ്കിലും ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന വാമനാവതാരം 8ാമത്തെ സ്കന്ധത്തിലാണ് വാമനാവതാരം പറയുന്നത്. അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലി, ആദ്യം അദ്ദേഹം ബലി തന്നെയായിരുന്നു, പിന്നീടാണ് മഹാബലിയായത്. അദ്ദേഹം ദേവന്മാരിൽ നിന്ന് സ്വർഗം തുടങ്ങിയ ലോകങ്ങളൊക്കെ സ്വന്തമാക്കി. അവരെ അലഞ്ഞു തലയിൽ നടക്കേണ്ടതായിട്ടുള്ള ഒരു നിലയിലാക്കി തീർത്തു. ദേവന്മാരെല്ലാവരും അലഞ്ഞു തിരിഞ്ഞ് വേഷം മാറി ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് ദേവമാതാവായിട്ടുള്ള അദിതി ദേവി ഭർത്താവായിട്ടുള്ള കശ്യപ മഹർഷിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം അരുളി ചെയ്തു, പയോവ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരു പുത്രനുണ്ടാവും. ആ പുത്രൻ നിൻ്റെ മറ്റ് പുത്രന്മാരുടെയൊക്കെ ആ നഷ്ടപ്പെട്ട സ്വർഗാദി ലോകങ്ങളൊക്കെ വീണ്ടെടുത്ത് തരും. അതുകൊണ്ട് 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പയോവ്രതം അനുഷ്ഠിക്കണമെന്ന് ഉപദേശിച്ചു. അങ്ങനെ അദിതി ദേവി കഠിനമായിട്ടുള്ള പയോവ്രതം അനുഷ്ഠിച്ചു. വ്രതാവസാനത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അദിതി ദേവിയുടെയും കശ്യപൻ്റെയും പുത്രനായി ജനിച്ച് വേണ്ടത് ചെയ്തു കൊള്ളാമെന്ന് അനുഗ്രഹിച്ചു പോയി. അങ്ങനെ സമയമായപ്പോൾ, ഏതാ സമയം? ചിങ്ങമാസമായ സമയത്ത് ദ്വാദശി തിഥി
തിരുവോണം നക്ഷത്രം ഉദിച്ചുയരുന്ന സമയം, ആ സമയത്ത് ഭഗവാൻ അദിതി ദേവിയുടെ ഗർഭത്തിൽ നിന്ന് വാമനനായിട്ട് അവതാരം ചെയ്തു. അത് നമ്മൾ വാമന അവതാരം, വാമന ജയന്തി എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രോണ എന്ന് പറഞ്ഞൊരു മാസം, ആ ശ്രോണ എന്നുള്ള വാക്കാണ് ഭാഗവതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രോണായം ശ്രവണദ്വാദശ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്ലോകം ആരംഭിക്കുന്നത്. അതിൽ ആ ശ്രോണ എന്നുള്ള വാക്കാണ് ഓണം എന്നുള്ള വാക്കായിട്ട് മാറിയത്. അതിൻ്റെ കൂടെ ശ്രീ എന്നുള്ള ഒരു ഐശ്വര്യപദം കൂടി ചേർക്കുമ്പോൾ ഓണം എന്നുള്ളത് തിരുവോണമായി. വാമനമൂർത്തി അവതാരം ചെയ്യുന്ന ആ സന്ദർഭമാണ് തിരുവോണം. ഇന്ന് നമ്മുടെ പൻവേൽ NSSന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ ഇന്ന് ആ വാമനമൂർത്തിയെ, മഹാബലിയെ നമ്മളിങ്ങോട്ട് ആനയിച്ച് താലവൃന്ദത്തോടുകൂടി ആനയിച്ചു കൊണ്ടുവന്നു. ഓണത്തിൻ്റെ യഥാർത്ഥ സങ്കല്പം ഇന്നിവിടെ പ്രകടമാക്കി തരികയുണ്ടായത്. അതിൽ NSSൻ്റെ ഓണാഘോഷ കമ്മിറ്റിയെ വളരെയധികം നമുക്ക് അഭിനന്ദിക്കാം. ഇപ്രകാരം ഇവിടെ ആരാണിനി ബലി? പ്രഹ്ലാദൻ്റെ, അതായത് അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ പ്രഹ്ലാദന് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ. ആ പ്രഹ്ലാദൻ്റെ പുത്രനാണ് വിരോചനൻ. വിരോചനൻ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം അസുരനാണെങ്കിലും ഈ ലോകത്തിന് കുറേ ദാനങ്ങളൊക്കെ ചെയ്ത ആളാണ്. തൻ്റെ ശരീരം, തൻ്റെ ജീവൻ തന്നെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത ആളാണ് വിരോചനൻ. നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ ചില അവയവങ്ങളൊക്കെ ദാനം ചെയ്യാറുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കലേ തന്നെ തൻ്റെ ശരീരം അന്യർക്ക് ഉപകാരപ്രദമായിട്ട് ദാനം ചെയ്ത വിരോചനൻ, ആ വിരോചനൻ്റെയും മകനാണ് ബലി. അസുരനാണ്, പക്ഷേ ആസുരികമായിട്ടുള്ള വാസനകളാണ് നിറയുള്ളത്. ഈ ബലി ഒരിക്കൽ പാലാഴി മഥനത്തിന് ശേഷമുണ്ടായ ദേവാസുര യുദ്ധത്തിൽ ഭഗവാൻ നിഗ്രഹിക്കുകയുണ്ടായി. പക്ഷേ ഗുരുവായിട്ടുള്ള ശുക്രമഹർഷിയുടെ മൃതസഞ്ജീവനി പ്രയോഗത്തിൽ അദ്ദേഹത്തിനെ പുനരുജ്ജീവിപ്പിക്കുകയുണ്ടായി. ബ്രാഹ്മണരുടെ അനുഗ്രഹം ഉണ്ടായി. ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് യാഗാദികളെല്ലാം ചെയ്ത് അദ്ദേഹം വളരെയധികം ശക്തി ആർജിച്ചു. അസുരന്മാർക്ക് നിർദ്ദേശിച്ചിട്ടുള്ളതായിട്ടുള്ള ലോകമാണ് രസാതലം തുടങ്ങിയതൊക്കെ. ബ്രഹ്മദേവൻ ഈ ലോകങ്ങളെ സൃഷ്ടിക്കുന്ന സമയത്ത് അസുരന്മാർക്ക് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്, രസാതലമാണ് നിങ്ങൾ വസിക്കേണ്ടത്, നമുക്ക് വസിക്കാനുള്ള സ്ഥലമാണ് ഭൂമി, കർമ്മഭൂമി. പക്ഷേ ഈ രസാതലത്തിൽ വസിക്കുന്ന ഈ അസുരൻ വളരെ ലോഭിയായിരുന്നു. അതായത് എത്ര കിട്ടിയാലും മതിയാവില്ല, പിന്നെയും പിന്നെയും വേണമെന്നാണ്. അങ്ങനെ 3 ലോകങ്ങൾ കീഴടക്കി ദേവന്മാരെ എല്ലാവരെയും പുറത്താക്കി. ഇപ്പോൾ ബലി ഒരു യാഗം ചെയ്യാണ്. വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഗുജറാത്ത് എന്നുള്ള ആ സംസ്ഥാനത്തിലെ ബറൂച്ച് എന്നുള്ളൊരു സ്ഥലം, ഭാഗവതത്തിൽ അതിന് ഭൃഗുകച്ഛം എന്നാണ് പറയുക. അവിടെ വിശ്വജിത്ത് എന്നുള്ളൊരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബലി. ആ ബലിയിൽ നിന്ന് സ്വർഗാദി ലോകങ്ങൾ വീണ്ടെടുത്ത് കൊടുത്ത് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി തിരുവവതാരം ചെയ്ത വാമനമൂർത്തി 5 വയസ്സായിട്ടുള്ളൊരു കുട്ടി ബ്രാഹ്മണ ചിഹ്നങ്ങളോടുകൂടി ഓലക്കുടയൊക്കെ ചൂടി മരവുരി ഉടുത്ത് കൗബീനം ധരിച്ച് യോഗദണ്ഡും ഭിക്ഷാപാത്രവും ഒക്കെ ആയിട്ട് നമ്മൾ കാണുകയുണ്ടായി ഇവിടെ എഴുന്നള്ളി വരുന്നതായിട്ട്. അദ്ദേഹം ബലിയുടെ ആ വിശ്വജിത്ത് എന്നുള്ള യജ്ഞശാലയിലേക്കാണ് കയറി ചെന്നത്. ആ ഒരു തേജസ് കണ്ടാൽ തന്നെ എല്ലാവരും അതിശയപ്പെടും. സൂര്യൻ ഉദിച്ചു വരികയാണെന്നാണ് തോന്നുക. യജ്ഞാദികൾ ചെയ്തിരുന്ന ബലി വേഗം തന്നെ എഴുന്നേറ്റു. അദ്ദേഹം ശുക്രാചാര്യരോടും മറ്റ് ബ്രാഹ്മണരോടെല്ലാവരോടും കൂടി ചേർന്ന് വാമനമൂർത്തിയെ സ്വീകരിച്ചു, ആനയിച്ചു, ആസനസ്ഥനാക്കി, പാദ്യ അർഘ്യാദികളെല്ലാം കൊടുത്ത് സൽക്കരിച്ചു. ബ്രഹ്മചാരിയായിട്ടുള്ള വേഷത്തിലാണല്ലോ വന്നിരിക്കുന്നത്. ഒരു യാഗശാലയിൽ ബ്രഹ്മചാരി വരുന്നത് ഭിക്ഷ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബലി വളരെയധികം വിനയത്തോടുകൂടി നമസ്കരിച്ച് വാമനമൂർത്തിയോട് അഭ്യർത്ഥിച്ചു, എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്നിൽ നിന്ന്? അങ്ങ് എന്താഗ്രഹിച്ചാലും അത് തരാൻ ഞാൻ ഒരുക്കാണ്. അവിടെ തുടങ്ങി ഒരു അഹങ്കാരത്തിൻ്റെ ശബ്ദം. വാമനമൂർത്തി അത് ശ്രദ്ധിച്ചു. എന്ത് ചോദിച്ചാലും ഞാൻ തരുമെന്നുള്ളതൊന്ന്.
എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പേരിൽ നമ്മുടെ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതല്ലേ. അതിൽ നമുക്ക് അഹങ്കരിക്കാൻ എന്തിരിക്കുന്നു? നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ആ കഴിവുകളെ വിനയത്തോടും ഈശ്വരാർപ്പണവുമായിട്ട് നമ്മൾ പ്രയോഗിക്കണം. അതാണ് നമ്മുടെയൊക്കെ ധർമ്മം. ബലി അത് മറന്നു, അഹങ്കാരത്തോടു കൂടിയുള്ള ശബ്ദം. എങ്കിൽ ശരി, എനിക്ക് ആഗ്രഹം അങ്ങയുടെ സമ്പത്തൊന്നുമല്ല, കന്യകമാരോ ഗ്രാമങ്ങളോ ധനമോ അല്ലെങ്കിൽ ഭക്ഷണമോ, ഇതൊന്നുമല്ല എനിക്ക് ആഗ്രഹം. എൻ്റെ ആഗ്രഹം എന്താ? ഒരു ബ്രാഹ്മണനായിട്ടുള്ള, ഒരു ബ്രാഹ്മണ ബാലനായിട്ടുള്ള എനിക്ക് ഒരിടത്ത് ഇരുന്ന് ഭഗവാനെ ധ്യാനിക്കാനായിട്ടുള്ള സൗകര്യം വേണം. അതിനുള്ള അത്രയും ഭൂമി വേണം. സാധാരണഗതിയിൽ നമ്മൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടി 3 സ്ക്വയർ ഫീറ്റ്, 3 അടിയേ വേണ്ടു. നിവർന്ന് കിടക്കുകയാണെങ്കിൽ 6 അടിയേ വേണ്ടു. ഇതിൽ കൂടുതലുള്ള എന്തും നമുക്ക് അധികമാണ്. അത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ബ്രാഹ്മണനായിട്ടുള്ള, ബ്രഹ്മചാരിയായിട്ടുള്ള എനിക്ക് അധികമൊന്നും ആഗ്രഹമില്ല. 3 അടി മണ്ണ് എനിക്ക് തന്നാൽ മതി. അവിടെ ഇരുന്ന് ഞാൻ ഈശ്വര ധ്യാനം ചെയ്തോളാം. ഇത് കേട്ട സമയത്ത് ബലിക്ക് പിന്നെയും അഹങ്കാരം ഉദിക്കുകയാണ്. ബലി പറഞ്ഞു, അങ്ങ് ഒരു കുട്ടിയല്ലേ, വെറും 5 വയസ്സുള്ള കുട്ടിക്ക് ജീവിതത്തിൽ ആ പക്വതയൊന്നും വന്നിട്ടില്ല. നാളെ എന്താണ് ആവശ്യം വരിക എന്നറിയില്ല. ഇന്നത്തെ കാര്യം മാത്രമേ കുട്ടികൾക്ക് അറിയുള്ളൂ. നാളെ എന്ത് സംഭവിക്കുന്നത് അറിയാനുള്ള പക്വത ഇല്ലാത്തത് കൊണ്ടാണ് വെറും 3 അടി മണ്ണ് മാത്രം മതിയെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാനങ്ങനെയല്ല. എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടുന്ന ഒരാൾക്ക് ഇന്നും നാളെയുമല്ല, ഭാവിയിൽ മുഴുവനും ജീവിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വഭാവം. അതുകൊണ്ട് ചോദിക്കൂ. ഇങ്ങനെ ചോദിച്ചു എന്നുള്ളതുകൊണ്ട് അല്പം പോലും ലജ്ജിക്കേണ്ട. ഇനി ചോദിച്ചോളൂ, എന്താണ് അങ്ങക്ക് വേണ്ടത്? അപ്പോൾ വാമനമൂർത്തി ബലിയോട് പറഞ്ഞു. വാമനമൂർത്തിയുടെയും ബലിയുടെയും രണ്ടും വിപരീത സ്വഭാവങ്ങളാണ്. ഉള്ളതിൽ സന്തുഷ്ടനാകുന്ന ആളാണ് വാമനമൂർത്തി, ബ്രാഹ്മണൻ. എത്രയുണ്ടായാലും സംതൃപ്തി ഇല്ലാത്ത ഒരാളാണ് അസുരൻ. അങ്ങനെയുള്ള അസുരന് അഹങ്കാരം കൂടി വരികയാണ്. അപ്പോൾ പറഞ്ഞു, 3 അടി മണ്ണ് കിട്ടിയാൽ സന്തോഷിക്കാത്ത എനിക്ക് 3 ലോകങ്ങൾ കിട്ടിയാലും സന്തോഷം ഉണ്ടാവില്ല. രസാതൽ എന്നുള്ള ലോകത്തിൽ ചക്രവർത്തിയായിട്ടുള്ള ബലി ഇപ്പോൾ യാഗം ചെയ്യുന്നത് എല്ലാ ലോകങ്ങളും സ്വന്തമാക്കാനാണ്. അതായത് ഉള്ളതിൽ തൃപ്തനല്ല അങ്ങ്. ഉള്ളതിൽ തൃപ്തനല്ലാത്ത ഒരാൾ ഒരിക്കലും സുഖം ഉണ്ടാവില്ല. പിന്നെയും വേണം. അത് ധനമായാലും വിദ്യയാണെങ്കിലും ആയുസ്സാണെങ്കിലും ആരോഗ്യമാണെങ്കിലും തൃപ്തിയില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. കിട്ടുന്നതിൽ സന്തോഷിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ഇതൊക്കെ പറയാനേ കാര്യം ഉണ്ടായുള്ളൂ. ബലിക്ക് അതൊന്നും ഏറ്റില്ല. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങയ്ക്ക് ഞാൻ ദാനം നൽകാം എന്ന് തീരുമാനിച്ചു. പത്നിയായിട്ടുള്ള വിദ്യാവലി വേഗം സ്വർണ്ണ കിണ്ടിയിൽ ജലം കൊണ്ടുവന്ന് ആ ദാനജലം വീഴ്ത്തി ആ ദാനം കൊടുക്കാനായിട്ട് തയ്യാറായി. ഈ സമയത്ത് ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ പറഞ്ഞു, ബലി, നീ അവിവേകമാണ് കാണിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു കണക്കൊക്കെ ഉണ്ട്. ഉള്ളത് മുഴുവൻ എടുത്തങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നിനക്ക് അവരോട് യാചിക്കേണ്ടി വരും. കിട്ടുന്ന ധനത്തിൽ 20% നമ്മുടെ കിട്ടുന്ന ധനത്തിനെ 5 വിഭജിക്കണം. അതിലൊരു ഭാഗം നമ്മൾ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ. അതിൽ പിന്നെ ഒരു ഭാഗം അവരവരുടെ വിദ്യയ്ക്ക് വേണ്ടി, കുറച്ച് മാത്രം നാളത്തേക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടി, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കൾക്ക് സൗകര്യത്തിന് വേണ്ടി കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ധനം ചെലവഴിക്കേണ്ടത്. അല്ലാതെ എടുത്ത് മുഴുവൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നിനക്ക് കൈ നീട്ടേണ്ടി വരും. അപ്പോൾ ബലി പറഞ്ഞത് എന്താണെന്നറിയാമോ? അവിടെയാണ് നമ്മൾ ബലിയെ മഹാബലി എന്ന് വിളിക്കാൻ കാരണം. വെറും ഒരു അസുരനെ മഹാബലി വെച്ചാൽ മഹാത്മാവായ ബലി എന്നർത്ഥം. മഹാനായിട്ടുള്ള, നമ്മൾ ഏറ്റവും ഉത്കൃഷ്ട വ്യക്തിത്വങ്ങളെ നമ്മൾ മഹാത്മാവെന്ന് വിളിക്കുള്ളൂ. ഒരു അസുരനായിട്ടുള്ള ബലിയെ നമ്മൾ മഹാബലി എന്ന് വിളിക്കുന്നതിനുള്ള കാരണം ഇപ്പോഴാണ് ഉണ്ടായത്. എന്താ അത്? ബലി പറഞ്ഞു, ഏതൊരു യജ്ഞത്തിലാണോ ഭഗവാൻ നേരിട്ട് വന്ന് ഹവിസ് സ്വീകരിക്കുന്നത്, ആ യജ്ഞം അതല്ലേ സഫലത എന്ന് പറയുന്നത്, സാഫല്യം എന്ന് പറയുന്നത്.
നാം ഒരു പൂജ ചെയ്യുന്നു, ആ സമയത്ത് ഭഗവാൻ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് അത് ഇങ്ങോട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ പരം മറ്റെന്താണ് ഒരു ഭാഗ്യമുള്ളത്? നമ്മുടെ പൂജകളൊക്കെ സാധാരണ കലിയുഗത്തിൽ സാങ്കല്പികമാണ്. സങ്കല്പം മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യമൊന്നും ഉണ്ടാവില്ല. നാം സങ്കല്പിക്കുന്നു, ആ സങ്കല്പം നടക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ബലിയുടെ മുമ്പിൽ മഹാവിഷ്ണുവായിട്ടുള്ള ഭഗവാൻ നേരിട്ട് വന്ന് കൈ നീട്ടിയിട്ട് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാന് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. ഭാഗവതത്തിലൊരു 5-ാമത്തെ സ്കന്ധത്തിലൊരു ശ്ലോകമുണ്ട്. അതിൽ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരാളെ തടഞ്ഞത് ആരാണെങ്കിലും അവരെ ഉപേക്ഷിക്കാം. അത് അച്ഛനായാലും അമ്മയാണെങ്കിലും ഇനി ഗുരുവാണെങ്കിൽ തന്നെയും ഈശ്വര നിഷേധത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം. ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരെ ബലി അപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നവിടെ. ഗുരുവിൻ്റെ വചനം ശ്രവിക്കാതെ അനുസരിക്കാതെ ആ ദാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ബലി. അങ്ങനെ സർവസ്വവും നിന്നിൽ നിന്ന് അപഹരിച്ച് അത് ദേവാദികൾക്ക് കൊടുക്കുമെന്നൊക്കെ മുന്നറിയിപ്പ് കൊടുത്തു ആചാര്യനായിട്ടുള്ള ഗുരുവായിട്ടുള്ള ശുക്രാചാര്യ. അതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ആ ഭഗവാൻ കൈ നീട്ടുന്നു. തനിക്കുള്ളതൊക്കെ കൊടുക്കാൻ എന്തും മടിക്കും. നാം ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യില്ലേ. നമ്മൾ തന്നെ മറന്ന് ശരീരവും ബുദ്ധിയും മനസ്സും സമയമൊക്കെ നമ്മൾ ഭഗവത് സേവയിൽ വിനിയോഗിക്കുന്നു. അത് നമ്മുടെ ഭക്തിയുടെ ലക്ഷണമാണ്. അങ്ങനെയുള്ള അസുരനായിട്ടുള്ള ബലിക്കും ഭഗവാനോടുള്ള ഒരു ഭക്തിയാണ് കാണുന്നത്. അതാണ് നമ്മൾ മഹാബലി എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ 3 അടി മണ്ണ് അളന്നെടുത്തു കൊള്ളാൻ വേണ്ടി ബലിക്ക് അവിടെ നിർദ്ദേശം കൊടുക്കുന്നു. വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ 2 അടി മണ്ണ് കൊണ്ട്, ആ കഥയൊക്കെ നമുക്കറിയാം, 2 അടി കാലുകൊണ്ട്, കാലിൻ്റെ 2 അടികളെ കൊണ്ട് ആകാശവും ഭൂമിയും സ്വർഗവും അളന്നെടുക്കുന്നു. 3 അടി മണ്ണാണ് തരാമെന്ന് പറഞ്ഞത്. 3 അടി മണ്ണിൽ ഇനി 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല. ബലി എൻ്റെ എന്ന് അഹങ്കരിച്ചിരുന്ന സർവ്വതും അങ്ങനെയാണ്. നമ്മൾ എൻ്റെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പലതിനോടും ബന്ധപ്പെടുന്നുണ്ട്. അതൊക്കെ ഭഗവാന്റെ 2 അടി കാലുകൾക്കുള്ളതേ ഉള്ളൂ. 3ാമത്തെ അടി എവിടെ വയ്ക്കും എന്നാണ് ബലിയോട് ഭഗവാൻ ചോദിച്ചത്. നീ പറഞ്ഞത് 3 അടി മണ്ണ് എനിക്ക് തരാമെന്നാണ്. ഞാൻ 2 അടി അളന്നെടുത്തപ്പോഴേക്കും നിൻ്റെ എല്ലാം തീർന്നു കഴിഞ്ഞു. ഇനി നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? അവിടെ ധീരമായിട്ട് അപ്പോൾ ബലി പറയുന്ന ഒരു ആ ശ്ലോകങ്ങളിലേക്ക് കടക്കണില്ല. പറയാണ് 2 അടി ആ മണ്ണുകൊണ്ട് അങ്ങ് എല്ലാം 2 അടി കാലുകൊണ്ടെല്ലാം അളന്നെടുത്തില്ലേ, എൻ്റേതായിട്ടുള്ളതൊക്കെ. ഇനി അവശേഷിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താ? ഞാൻ തന്നെ എന്നെയും അളന്നെടുത്തു. ഞാനെന്ന് അഭിമാനിക്കുന്ന ഈ ശിരസ്, ആ ശിരസ് ഭഗവാന്റെ മുമ്പിലൊന്ന് കുനിക്കുക ചെയ്ത് എന്നെയും കൂടി അളന്നെടുക്കണേ. അങ്ങനെ എന്നെ തന്നെ അങ്ങ് സ്വീകരിക്കണേ. ഭക്തിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ആത്മസമർപ്പണം എന്ന് പറയും. ആത്മനിവേദനം. അവനവനെ തന്നെ ഭഗവാന് സമർപ്പിക്കുക, ഭഗവാന്റെ ദാസനായിട്ട് തീരുക. അവിടെ ബലി അതാണ് ചെയ്തത്. അങ്ങനെ സർവസ്വവും ഭഗവാന് സമർപ്പിച്ചപ്പോൾ ഭഗവാൻ എന്താ കൊടുത്തത്? എല്ലാം ബലിയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇന്ദ്രാദികൾക്ക് കൊടുത്തു എന്നാണ് നമ്മൾ കേട്ടത്. അത്ര ശരിയാണ്. പക്ഷേ ബലിക്ക് എന്താ കൊടുത്തത്? ബലിക്ക് പാതാളമോ രസാതലമോ ഒന്നുമല്ല കൊടുത്തത്. അതിലും ഉയരെയുള്ള ദേവന്മാർ പോലും പോകാൻ കൊതിക്കുന്ന സുതല ലോകത്തിലേക്ക് ബലിയെ ഭഗവാൻ അയച്ചു. ഒറ്റയ്ക്കല്ല, സകുടുംബം, ബന്ധുക്കളോടുകൂടി സ്വർഗത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള സുതലത്തിലേക്ക് അയച്ചു. ഭഗവാൻ പറഞ്ഞു, അവിടെ ഞാൻ നിനക്ക് കാവലായിട്ട് നിൽക്കാം. ഭഗവാൻ അങ്ങനെ ആ ഭക്തൻ്റെ ദാസനായിട്ട് നിൽക്കുന്നു. അപ്രകാരം ആ ബലിയെ പിന്നെയും അനുഗ്രഹിക്കുകയാണ്. മതിയായിട്ടില്ലേ അനുഗ്രഹിച്ച് പറഞ്ഞു, അടുത്ത മന്വന്തരത്തിൽ നിന്നെ ഞാൻ ഇന്ദ്രനായിട്ട് അഭിഷേകം ചെയ്യും എന്ന്. വൈവസ്വത മന്വന്തരത്തിലെ ഇന്ദ്രനായിട്ട്, ഇന്ദ്രസേനൻ ആയിട്ട് ബലിയെ അഭിഷേകം ചെയ്യുന്നു. ഇങ്ങനെ ഭഗവാൻ തന്നെ ശരണാഗതി പ്രാപിച്ച ഭക്തന് എല്ലാം നൽകി അനുഗ്രഹിക്കുന്നതാണ് ഈ ഓണത്തിൻ്റെ ഒരു മഹാത്മ്യം. ഈ കഥ, ഭാഗവതത്തിലുള്ള ഈ കഥ, ഇതിൽ ബലി ആരാണ്? ഈ ബലി എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് അഹങ്കാരമുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം സാധിക്കാനാണ് നമ്മൾ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ചെലവഴിക്കുന്നത്. അത് ഭഗവത് പരമാകുകയാണെങ്കിൽ
നമ്മളും ബലിയെപ്പോലെ മഹാബലികളാകും, ഒരു സംശയമില്ല. തിരുവോണം ദിവസം ആ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ച് തൃക്കാക്കരയപ്പനായിട്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വരുന്ന സമയത്ത് ആ ഓലക്കുടയൊക്കെ ചൂടി പട്ടുകോണമൊക്കെ കൊടുത്ത് മരവുരിയൊക്കെ ധരിച്ച ഒരു ബ്രാഹ്മണ ബാലനായിട്ട് ആ ഭഗവാൻ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഭഗവാനിലേക്ക് നമ്മൾക്ക് സ്വയം സമർപ്പിതരാകാനുള്ള അവസരമാണ്. അതാണ് ഓണം. തിരുവോണം എന്നുള്ളത് ഭഗവാന് ആത്മസമർപ്പണം ചെയ്യാനുള്ളതാണ്. ഓരോ വർഷവും തിരുവോണം വരും നമ്മളെ ഓർമ്മിപ്പിക്കാൻ. നിനക്ക് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പുമായിട്ട് ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മളെ തന്നെ ഭഗവാനൊന്ന് ഏൽപ്പിച്ച് കൊടുക്കുക വേണ്ടു. സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ? പിന്നെ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഈശ്വര പൂജ തന്നെ. എന്ത് ചെയ്താലും അത് പൂജ തന്നെയായിരിക്കും. അങ്ങനെ നമുക്ക് ഈ മനുഷ്യനായിട്ടുള്ള ജന്മം സഫലമാക്കാനായിട്ട് സാധിക്കും. അത് ജാതിമതഭേദമന്യേ ഒരു വർഗഭേദവും ഇല്ലാതെ ഏതൊരു മനുഷ്യനും ആശ്രയിക്കാവുന്ന ഒന്നാണ് ഈ തിരുവോണം. ഈ തിരുവോണത്തിൻ്റെ ആഘോഷം, ഈ തിരുവോണത്തിൽ നമ്മൾ ഗ്രഹിക്കുന്ന സന്ദേശം, ഈ സന്ദേശം എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവട്ടെ. അതുകൊണ്ട് ഇനിയും ഒരു ഓണം വരുന്ന സമയത്ത് ഇവിടെ ഈ കാഴ്ചവെച്ച ഈ പ്രോഗ്രാമുകളൊക്കെ ആ വാമനമൂർത്തിക്ക് നമ്മൾ കാഴ്ചയായിട്ട് സമർപ്പിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് പൂജിച്ച ഭക്ഷണം നിവേദ്യമായിട്ട് പ്രസാദമായിട്ട് നമ്മൾ കഴിക്കും. അങ്ങനെ ഈ ഓണം ചിങ്ങമാസം മുതൽ അടുത്ത ഓണം വരെ എല്ലാ ദിവസവും നമുക്ക് നല്ല ഭക്തിപരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകും. ഇതാണ് തിരുവോണത്തിൻ്റെ ഭാഗവത അന്തർഗതമായിട്ടുള്ള മാഹാത്മ്യത്തെ ഒന്ന് ചുരുക്കി പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി ഹൃദയംഗമമായ ഓണാശംസകൾ. എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത ഈ ഓണാഘോഷ കമ്മിറ്റിക്കും ഇതിൽ നിറഞ്ഞ മനസ്സോടുകൂടി വന്നിരിക്കുന്ന ആ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുവത്സരം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. വളരെ നന്ദിയുണ്ട് സർ, നമ്മുടെ കുട്ടികൾക്ക് പുതിയ അറിവുകൾ പകർന്നു തന്നതിന്. അടുത്തതായി 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നടത്തിയ പരീക്ഷകളിൽ ഉന്നത മാർക്കോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. നമസ്കാരം. വെൽക്കം ടു ദ അക്കാഡമിക് എക്സലൻസ് അവാർഡ് 2025. NSS പൻവേൽ നമ്മുടെ അംഗങ്ങളുടെ 10ലും 12ലും പഠിക്കുന്ന ഉന്നത വിജയം നേടുന്ന മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രോത്സാഹനമായി ക്യാഷ് അവാർഡ് നൽകി വരാറുണ്ട്. ഈ വർഷം അക്കാദമിക് എക്സലൻസ് അവാർഡിന് അർഹരായ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം മുതൽ 10ലും 12ലും ഉന്നത വിജയം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് അഭിജിത്ത് മെമ്മോറിയൽ എൻഡോമെൻറ്റ് സ്കോളർഷിപ്പ് നമ്മുടെ NSS പൻവേൽ കാന്തക്കോളനി അംഗമായ ശ്രീമാൻ KP ബാലചന്ദ്രൻ ആൻഡ് ശ്രീമതി ജ്യോതി ബാലചന്ദ്രൻ അവരുടെ മകൻ്റെ സ്മരണയ്ക്കായി നൽകി വരുന്നു. ഫസ്റ്റ് വി വിൽ അപ്രീഷിയേറ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് 10th സ്റ്റാൻഡേർഡ് വിന്നേഴ്സ്. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനോടും പ്രത്യേകം വേദിയുടെ സമീപം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഐ എം ഇൻവൈറ്റിംഗ് അവർ NSS President ശശികുമാർ സാർ ടു ഫെസിലിറ്റേറ്റ് ദ സ്റ്റുഡൻസ്. ആദ്യമായി 10th സ്റ്റാൻഡേർഡ് ടോപ്പർ കുമാരി ജാനകി ബിജു നായർ, മഹാത്മാ ഇൻ്റർനാഷണൽ സ്കൂൾ, ഡോക്ടർ ഓഫ് ബിജു നായർ ആൻഡ് ശാന്ത നായർ, കാന്ത കോളനി. പ്ലീസ് വെൽക്കം ജാനകി ബിജു നായർ. നല്ലൊരു കയ്യടിയോടുകൂടി അവരെ സ്വാഗതം ചെയ്യാം. അടുത്തതായി സഞ്ജീവ് വിനോദ് മേനോൻ, DAV പബ്ലിക് സ്കൂൾ, സൺ ഓഫ് വിനോദ് മേനോൻ ആൻഡ് സന്ധ്യ വിനോദ് മേനോൻ, ന്യൂ പൻവേൽ. സഞ്ജീവിന് വേണ്ടി അച്ഛനാണ് വേദിയിലേക്ക് വരുന്നത്. കൺഗ്രാറ്റ് സഞ്ജീവ് മേനോൻ. അടുത്തതായി സമ്മാനദാനത്തിനായി NSS വൈസ് പ്രസിഡന്റ് ഹരികുമാർ B. പിള്ളൈ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 10th സ്റ്റാൻഡേർഡ് വിന്നർ കുമാരി റിയ രാജേഷ് നായർ, DAV പബ്ലിക് സ്കൂൾ, ഡോക്ടർ ഓഫ് രാജേഷ് നായർ ആൻഡ് രശ്മി നായർ, നേരെ മഹാലക്ഷ്മി നായർ. എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്കൊരു കയ്യടി കൊടുക്കാം അവർക്ക് വേണ്ടി.
Congrats, Shriya. Srijit Srinivasan, DAV Public School, son of Srinivasan and Meenakshi Srinivasan, Sukapur, New Panvel. Congrats, Srijit. താങ്ക് യു ഹരി സാർ. അടുത്തതായി നമ്മുടെ NSS സെക്രട്ടറി ശിവദാസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത 10th വിന്നർ ശ്രീഹരി അജേഷ്, മഹാത്മാ ഇൻ്റർനാഷണൽ സ്കൂൾ, സൺ ഓഫ് അജേഷ് നായർ ആൻഡ് ശ്രീജ അജേഷ്, സാവൻ നഗരി, സുക്കാപൂർ. മാസ്റ്റർ ശ്രീഹരി അജേഷ്. കൺഗ്രാറ്റ്സ് ശ്രീഹരി. സർ പ്ലീസ്. അടുത്തതായി ആദർശ് മനോജ് നായർ, ന്യൂ ഹൊറിസോൺ പബ്ലിക് സ്കൂൾ, സൺ ഓഫ് മനോജ് നായർ ആൻഡ് ധന്യ മനോജ്, കാന്ത കോളനി. മാസ്റ്റർ ആദർശ് മനോജ് നായർ. സർ പ്ലീസ് വൺ മോർ. നെക്സ്റ്റ് വിന്നർ പ്രണീൽ നായർ, ന്യൂ ഹൊറിസോൺ സ്കൂൾ, സൺ ഓഫ് TK മനോഹരൻ നായർ ആൻഡ് പ്രവീണ മനോഹരൻ, ന്യൂ പൻവേൽ. മാസ്റ്റർ പ്രണീൽ നായർ. അവരെത്തിയിട്ടില്ലെങ്കിൽ അവരുടെ കരയോഗം കോർഡിനേറ്റർ സ്റ്റേജിൽ വന്ന് അവർക്ക് വേണ്ടി സമ്മാനം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രണീൽ നായരിന് വേണ്ടി കരയോഗം കോർഡിനേറ്റർ മുരളീധരൻ പി നായർ സർ അവാർഡ് സ്വീകരിച്ചു. താങ്ക് യു ശിവദാസ് സർ. അടുത്തതായി 12ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നു. അതിനായി നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ K നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 12th സ്റ്റാൻഡേർഡ് ടോപ്പർ തൃഷ വിനോദ് നായർ, DAV പബ്ലിക് സ്കൂൾ, ഡോട്ടർ ഓഫ് വിനോദ് പടിയൽ ആൻഡ് ശ്രീജ വിനോദ്, ന്യൂ പൻവേൽ. കുമാരി തൃഷ വിനോദ് നായർ. കൺഗ്രാറ്റ്സ് തൃഷ. പ്ലീസ് ബി സ്റ്റേജ്. അടുത്തതായി അനുഷ്ക സനിത് നായർ, മഹാത്മാ സ്കൂൾ, ഡോട്ടർ ഓഫ് സനിത് S നായർ ആൻഡ് തുഷാര സനിത് നായർ. കുമാരി അനുഷ്ക സനിത് നായർ. കൺഗ്രാറ്റ്സ് അനുഷ്ക. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാർ. NSS ട്രഷറർ ഷാജി PM അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത 12th സ്റ്റാൻഡേർഡ് വിന്നർ ആർദ്ര G നായർ, ന്യൂ ഹൊറിസോൺ പബ്ലിക് സ്കൂൾ, ഡോട്ടർ ഓഫ് ജയപ്രകാശ് നായർ ആൻഡ് രമ്യ ജയപ്രകാശ് നായർ, ന്യൂ പൻവേൽ. ആർദ്ര J നായർ വേദിയിലില്ലെങ്കിൽ ന്യൂ പൻവേലിലെ കരയോഗം കോർഡിനേറ്റർ വന്ന് സമ്മാനം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you Muralidharan sir and congrats Ardra J Nair. Sir please stay in. അടുത്ത വിന്നർ ഗംഗ രാമചന്ദ്രൻ നായർ, DAV സ്കൂൾ, ഡോട്ടർ ഓഫ് PS രാമചന്ദ്രൻ നായർ ആൻഡ് സീമ രാമചന്ദ്രൻ നായർ. കുമാരി ഗംഗ രാമചന്ദ്രൻ നായർ. കൺഗ്രാറ്റ്സ് ഗംഗ. താങ്ക് യു ഷാജി സാർ. സമ്മാനദാനത്തിനായി NSS എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ മുരളീധരൻ P നായർ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത വിന്നർ ആദർശ് നായർ, മഹാത്മാ സ്കൂൾ, സൺ ഓഫ് പ്രകാശ് കുമാർ നായർ ആൻഡ് ഷൈനിമോൾ പ്രകാശ് കുമാർ നായർ, ന്യൂ പൻവേൽ. മാസ്റ്റർ ആദർശ് നായർ. Congrats Adarsh. കുമാരി ഇഷ പ്രശാന്ത് ഗോർദേ നായർ, CKT സ്കൂൾ, ന്യൂ പൻവേൽ,
daughter of Prashant Gorade and Priya Nair, New Panvel. റിയ രാജേഷ് നായരുടെ സമ്മാനം വാങ്ങുന്നതിനായി സുഖാപൂർ കരയോഗം കോർഡിനേറ്റർ ശ്രീ ഉണ്ണികൃഷ്ണൻ കെ നായരിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുമാരി റിയ രാജേഷ് നായരിന് വേണ്ടി NSS സുഖാപൂർ കരയോഗം കോർഡിനേറ്റർ സമ്മാനം സ്വീകരിക്കുന്നതിനാണ്. Now I request Vineet Menon to continue the session. Thank you. താങ്ക് യു ചേച്ചി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ സെഗ്മെൻ്റാണ്. സ്പെഷ്യൽ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. കഴിഞ്ഞ 25 വർഷമായിട്ട് പറ്റാവുന്നതായി നമ്മൾ കുറേ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. NSSൻ്റെ വക കുറേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്തുനിന്നും നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കൊല്ലം 2024-25 കമ്മിറ്റി ഡിസൈഡ് ചെയ്തു നമ്മളൊരു സ്കോളർഷിപ്പ് ലോഞ്ച് ചെയ്യുന്നു. അതൊരു ഫോർമൽ ബേസിസിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എങ്ങനെയാണ് ആൾക്കാരെ എങ്ങനെയാണ് കുട്ടികൾ തിരഞ്ഞെടുക്കുക എന്ന് നമ്മളൊരു മെത്തഡോളജി ഉണ്ടാക്കി ഒരു ഫോർമൽ അപ്ലിക്കേഷൻ ഫോം പബ്ലിഷ് ചെയ്തു. ഈ ഫോം നമ്മൾ 5 സ്കൂളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. സ്കൂൾസ് ഓൺ എ നോമിനേഷൻ ബേസിസ് കുട്ടികളുടെ പേര്, മാർക്സ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ സബ്മിറ്റ് ചെയ്തു. ഒരു ചെറിയൊരു കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഡിസേർവിംഗ് ആയ 2 കുട്ടികൾക്ക് ഞങ്ങൾ ട്യൂഷൻ ഫീസ് സ്പോൺസർ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഇത് സാധ്യമായത് ആകെ ഒരു കാരണം നമ്മുടെ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് കാരണമാണ് ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റിയത്. ഫൈനാൻഷ്യലിയും ഇതിന് മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2-3 പേര് സപ്പോർട്ട് ചെയ്ത കാരണമാണ് നമ്മൾ ഈ ട്യൂഷൻ ഫീ 2 പേരെയും സ്പോൺസർ ചെയ്യണത്. ഇന്ന് ഞങ്ങളൊരു റിക്വസ്റ്റ് ചെയ്തിട്ട് അവരിവിടെ വന്നിട്ടുണ്ട്. അതിലൊരു കുട്ടിക്ക് വരാൻ പറ്റിയില്ല, പക്ഷേ ഒരു കുട്ടി വന്നിട്ടുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ട് ഞാനൊന്ന് ഹിന്ദിയിൽ പറയായിരിക്കും. ये NSS पनवेल पिछले 25 साल से एजुकेशन के लिए काफ़ी स्पॉन्सरशिप्स दे रहे हैं, लेकिन इस साल पहली बार हमने एक ऑफिशियल NSS स्कॉलरशिप अवार्ड लॉन्च किया है. और वो NSS स्कॉलरशिप अवार्ड के लिए हमने 5 स्कूल में फॉर्म्स भेजे थे और स्कूल्स के प्रिंसिपल्स ने अपने स्टूडेंट्स का नाम प्रपोज़ किया था. ऐसे स्टूडेंट्स जो डिज़र्विंग है, ऐसे स्टूडेंट्स जो इकोनॉमिकली वीकर सेक्शंस में से आ रहे हैं. और हमने एक फॉर्म में एक और यूनिक चीज़ डाला था. फॉर्म में हमने एक एसे का सेक्शन भी डाला था जिसमें बच्चों को लिखना था कि व्हाट डू आई वांट टू बिकम. और वी इवैल्यूएटेड दोस एसेस एंड देन वी सेलेक्टेड 2 डिज़र्विंग कैंडिडेट्स. वन ऑफ द कैंडिडेट्स इज़ हियर. However, and the other candidate and her parents are also here. I would request our President Shashetan to be on stage. Award കൊടുക്കാൻ ശശിയേട്ടനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. 2 പേരുടെ പേരും ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ അതിലൊരു കുട്ടി വന്നിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്നത് അക്ഷര ശ്രീവർദ്ധൻകർ. आपके पेरेंट्स को भी लेके आएगा. जो भी आपके साथ आए हैं पेरेंट्स उनको भी लेके आइए. ഈ 2 കുട്ടികൾക്കും നമ്മൾ ഫുൾ ട്യൂഷൻ ഫീ ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇക്കൊല്ലത്ത്. അടുത്ത കൊല്ലവും ഈ അവാർഡ് ഉണ്ടാവും. നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാനുള്ള ചാൻസും തരുന്നതായിരിക്കും. हमारा इनविटेशन स्वीकार करके यहाँ पे आए, बहुत बहुत थैंक यू. और प्लीज़ हमारे प्रोग्राम्स एंजॉय कीजिएगा और हमारा लंच भी एंजॉय कीजिएगा. थैंक यू. അടുത്ത 2 അവാർഡ് ഇതിനൊരു കാറ്റഗറി ഇല്ല. ഞങ്ങൾ കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് ഞങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യണ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ 2 പേർക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ആദ്യത്തെ ആളുടെ പേര് പറയുന്നതിന് മുമ്പ് ഞാൻ പറയേണ്ടത് ആൾ എന്താ ചെയ്തതെന്നാണ്.
NSS പൻവേൽ തുടങ്ങിയിട്ട് 25 കൊല്ലമായി. പക്ഷെ നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ വന്നത് 2 കൊല്ലം മുമ്പാണ്. 2 കൊല്ലം മുമ്പാണ് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്തത്. എന്നിട്ട് നമ്മുടെ എല്ലാ പരിപാടികളുടെയും വീഡിയോ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറേ വ്യൂസും കിട്ടുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഇതൊക്കെ അവനാൻ്റെ ജോലി സമയമെടുത്ത് രാത്രി പകലായിട്ട് അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്കെല്ലാം എത്തിക്കുന്ന പയ്യൻ്റെ പേരാണ് ഗോകുൽ. ഗോകുൽ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. ഗൂഗിളിന് ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. നമ്മുടെ ഇപ്രാവശ്യത്തെ പരിപാടി നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യണമെന്നായിരുന്നു പ്ലാൻ. യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് മിനിമം 500 വേണം. ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സ് 250 മാത്രമേ ഉള്ളൂ. ഇന്ന് കരയോഗം ഗ്രൂപ്പിൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ലിങ്ക് അയക്കാം. ഐ റിക്വസ്റ്റ് wherever possible, I request everyone to subscribe to the channel. കുട്ടികൾ അച്ഛനമ്മമാരെയും പഠിപ്പിക്കുക എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന്. പ്ലീസ്, ഇന്ന് ഇപ്രാവശ്യം ഒന്ന് 500 ആയി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ലൈവായിട്ട് സ്ട്രീം ചെയ്യാം. അടുത്ത സ്പെഷ്യൽ കാറ്റഗറിയിൽ ലാസ്റ്റ് അവാർഡ്. ഈ കുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കാലങ്ങളായി ഈ കുട്ടിയെ കാണുന്നുണ്ട്, സ്റ്റേജിലും കാണുന്നുണ്ട്, സ്റ്റേജിന് പുറത്തും കാണുന്നുണ്ട്. ഈ കുട്ടി ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും പൂനെയിലാണ്. അപ്പോൾ പൂനെയിലാവുമ്പോൾ എല്ലാ ശനിയും ഞായറും ടൈമൊക്കെ എടുത്ത് വരാറുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ ക്രെഡിറ്റ് ഞാൻ പറയാം. ഇന്ന് പെർഫോം ചെയ്ത 3 ഗ്രൂപ്പ് ട്രെയിൻ ചെയ്തത്, കോറിയോഗ്രാഫ് ചെയ്തത് ഈ കുട്ടിയാണ്. ഇത് ഓൺലൈനും എല്ലാ ദിവസവും രാത്രി ഓൺലൈൻ വന്നിട്ട് ഇവിടുത്തെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതാണ് കീർത്തന സോമരാജൻ. കീർത്തനയുടെ ഇനിയൊരു യുണീക്ക് ഉണ്ട്. വെറും ഡാൻസ് പഠിപ്പിക്കുന്നത് മാത്രമല്ല, കോറിയോഗ്രാഫ് ചെയ്യുന്നത് മാത്രമല്ല, സോമേട്ടൻ്റെയും മിനി ചേച്ചിയുടെയും വീട് എപ്പോഴും തുറന്നിരിക്കുകയാണ്. രാത്രി 12:30 വരെയാണ് പ്രാക്ടീസ് അവരുടെ വീട്ടിൽ. നമുക്ക് കോമൺ ഫെസിലിറ്റീസ് ഇല്ലാത്ത കാരണം അവർ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഈ പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റുന്നത്. സോ കീർത്തന, താങ്ക് യു സോ മച്ച്. അവാർഡ് നൽകാൻ ശിവദാസ് ഏട്ടനെ സ്റ്റേജിൽ വിളിക്കുന്നു. കണ്ടിന്യൂ ചെയ്യാനായി ശരണ്യെ ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു.